ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിയച്ചാറാണ്. ഇറച്ചിയച്ചാറ് നമ്മൾ പൊതുവേ കടകളിൽ നിന്നൊക്കെ വാങ്ങിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒന്നാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇറച്ചി നമ്മൾ വാങ്ങുമ്പോൾ ഒരുപാട് കൊഴുപ്പൊന്നുമില്ലാത്ത ടൈപ്പ് ഇറച്ചി വാങ്ങുന്നതാണ് നല്ലത്. നമ്മൾ കട്ട്ലറ്റിന് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞിട്ടൊക്കെ വാങ്ങുവാണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഇറച്ചി ഭാഗം നമുക്ക് തരില്ല. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഇറച്ചിയാണ് എടുക്കുന്നത്. ഇതുപോലത്തെ നല്ല പീസായിട്ട് വരുന്ന ഇറച്ചി ആ ഒരു സൈസിൽ കട്ട് ചെയ്യുക. ഒത്തിരി വലിപ്പത്തിൽ വേണ്ട. അപ്പോൾ ഈ രീതിയിൽ ഒരു ചെറിയ കഷ്ണമാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയാണ്. പിന്നെ നമുക്ക് ഇതിൽ മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ട. അതിനാവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇതിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ ഇറച്ചിയിൽ നന്നായിട്ട് പുരട്ടി വയ്ക്കുകയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഈ പൊടികളൊക്കെ നന്നായിട്ട് ഇറച്ചിയിൽ പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് വെച്ച ശേഷം അരമണിക്കൂർ വെച്ചിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ പൊടികളൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ഇറച്ചി അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇറച്ചിയിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട. വെള്ളം ചേർത്തില്ലെങ്കിൽ തന്നെയും നമ്മൾ വെന്ത് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാകും. അത് നമ്മൾ പറ്റിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ ഒരു 3 വിസിലാണ് കേൾപ്പിക്കേണ്ടത്. ഹൈയിൽ തന്നെ ഇട്ട് 3 വിസിൽ കേൾപ്പിച്ചാൽ മതി. പിന്നെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ വ്യത്യാസമൊക്കെ അനുസരിച്ച് അവരവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചിട്ട് വരാം. ബീഫ് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അച്ചാറിനെ കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ വെളുത്തുള്ളി കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഞാൻ എണ്ണ ഒന്നും പറയണില്ല. നിങ്ങൾക്ക് വെളുത്തുള്ളി കഴിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ വെളുത്തുള്ളി ചേർക്കാം. അതേപോലെ 3 വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതേപോലെയാണ് അരിഞ്ഞിരിക്കുന്നത്. 3 ഇതിൽ കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട പൊടികൾ: മുളക് പൊടി അത് 3 ടീസ്പൂൺ വേണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ വിനാഗിരി വേണം. പുളിക്കനുസരിച്ച് വിനാഗിരി നമുക്ക് ചേർക്കാം. അതേപോലെ തന്നെ നല്ലെണ്ണ. ഇനി നമുക്ക് താളിക്കുമ്പോൾ കടുക് ചേർക്കേണ്ടതുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർക്കുക. പിന്നെ ലാസ്റ്റ് നമുക്ക് കായം പൊടിച്ചത് ചേർക്കണം. അപ്പോൾ അത് രണ്ടും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇനിയിപ്പോൾ വേണ്ടത്. അപ്പോൾ നമ്മുടെ ഇറച്ചി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇറച്ചി വറുക്കാനായിട്ട് ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇറച്ചി വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറേശ്ശെ ഇറച്ചി വറുക്കുക. അല്ലാതെ എല്ലാം കൂടി ഒന്നിച്ചിട്ട് വറുക്കുന്നതിലും നമുക്ക് നല്ലത് കുറേശ്ശെ ചെയ്യുന്നതായിരിക്കും. എണ്ണയും അതായിരിക്കും ലാഭം വരുന്നത്. അപ്പോൾ ഇറച്ചി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് കോരിയെടുക്കാം. അതേപോലെ തന്നെ ബാലൻസ് ഇരിക്കുന്ന ഇറച്ചിയും ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മളിപ്പോൾ അച്ചാറിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇറച്ചി വറുത്ത ഓയിൽ കുറച്ച് ഒഴിച്ചു. പിന്നെ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇടുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. കൂടുതൽ കടുക് ഇടണോ ഇടണ്ടയോ എന്നൊക്കെയുള്ളത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് എല്ലാം പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്.
ഇനി നമ്മുടെ കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചപ്പ് ജസ്റ്റ് ഒന്ന് മാറുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് അതുപോലെ നമ്മുടെ മുളകിൻ്റെ ഇനം അനുസരിച്ചുമൊക്കെ എരിവിൽ വ്യത്യാസം ഉണ്ടാകും. അത് അവരവർ നമ്മുടെ യുക്തിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഒരല്പം എണ്ണയുടെ കുറവുണ്ട്, അതുകൊണ്ട് നല്ലെണ്ണ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ സമയത്ത് തീ വളരെ കുറച്ച് തന്നെ വെച്ച് വേണം ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഒരല്പം ഉലുവ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇത് ഉലുവ വറുത്ത് പൊടിച്ച് ഞാൻ വെച്ചിരിക്കുന്നതാണ്. ഇതിനു മുമ്പ് ഉലുവ വറുത്തതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ഇതുകൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. ഇറച്ചി വേവിച്ചതിൻ്റെ ഒരല്പം വെള്ളം ഇവിടെ ബാലൻസ് ഉണ്ട്, അതുകൂടി നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൽ ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് വിനാഗിരി അല്ലെങ്കിൽ ചൊറുക്ക ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെയും പുളിയുടെ അനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ ഒരു 1/2 ഗ്ലാസോളം ചൊറുക്ക ചേർത്തിട്ടുണ്ട്. അച്ചാറിനൊരു നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഞാനിവിടെ കുറച്ച് കായപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചി അച്ചാറാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി നമുക്ക് പുറത്തുനിന്ന് അച്ചാർ വാങ്ങിക്കുന്നതിന് പകരം എല്ലാത്തരം അച്ചാറും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ ഇതിനു മുമ്പ് വെളുത്തുള്ളി അച്ചാർ, മാങ്ങ അച്ചാർ, അങ്ങനെ പല ടൈപ്പ് അച്ചാർ, ഫിഷ് അച്ചാർ, അങ്ങനെ പലതും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി കയ്യിലില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ തരാം. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.